അധികം മഴയൊന്നുമില്ല ഇവിടെ. മഴ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പെയ്യുന്നുള്ളൂ. ഇപ്പോൾ 4 ദിവസമായിട്ട് മഴയില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ എന്താ ഇപ്പം നടക്കണമെന്നല്ലേ. വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക. മഴക്കാലമാണ്. അപ്പോൾ അവിടെ നല്ലപോലെ മഴയുള്ള സ്ഥലങ്ങളുണ്ട്. അവരൊക്കെ എങ്ങനെയാണ്, സേഫാണോ എനിക്കൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും നിങ്ങൾ സേഫായി ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ ഈ നടക്കണമെന്ന് വെച്ചാൽ കുരുമുളക് തപ്പി നടക്കുക. അതായത് അതുപോലെ പച്ച കുരുമുളകുണ്ട്, നല്ല മൂത്ത് നോക്കി പൊട്ടിച്ചെടുക്കുക. ഇന്ന് രാവിലെ മത്തി കിട്ടി. അപ്പോൾ കുറേ ദിവസമായി ഇത്തിരി മീനൊക്കെ മേടിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്ന പച്ചക്കറി തന്നെയാണ് കഴിച്ചിരുന്നത്. അപ്പോൾ മീൻ കിട്ടി. അപ്പോൾ മത്തിയാണ് കിട്ടിയത്. അപ്പോൾ അതിനു വേണ്ടി കുരുമുളക് പൊട്ടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. കണ്ട, ചില സമയത്ത് അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് കിട്ടും. അങ്ങനെയാണ്. പതിവില്ലാതെ ഒരു മീൻകാരൻ വന്നും ഇങ്ങോട്ട്. നല്ല ഫ്രഷായിരുന്നു കേട്ടോ. അതാണ് വാങ്ങിച്ചത്. അപ്പോൾ കുരുമുളക് ആ തണ്ടോട് കൂടിയിട്ട് തന്നെ നമ്മൾ അരയ്ക്കാൻ പോകുക. ട്രഡീഷണൽ രീതിയിൽ തന്നെ കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടോളൂ. വെളുത്തുള്ളി, ചുവന്നുള്ളി, അതേപോലെ തന്നെ ഇഞ്ചി ഒക്കെ. അപ്പം ഇതൊന്നുമില്ലെങ്കിൽ സബോള ആയാലും കുഴപ്പമൊന്നുമില്ല. സബോള, വെളുത്തുള്ളി, കുരുമുളക് പൊടി ഒക്കെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. എല്ലാം എപ്പോഴും നമ്മളെ കയ്യിൽ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നീങ്ങണം. അത് ഉരുട്ടി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്തിരി നാളികേരം എടുത്തു, ചുവന്നുള്ളി എടുത്തു, പിന്നെ പെരുംജീരകം കേട്ടോ. പെരുംജീരകം, ഇഞ്ചി, കറിവേപ്പില, കുറച്ച് പച്ചക്കുരുമുളക്, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടെ അരച്ചിട്ട് ഒന്ന് ഒതുക്കി ഉരുട്ടി മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ മീനിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വെക്കാനാണ്. അപ്പം മീൻ കഴിക്കുന്നതോട് കൂടിയിട്ട് ഈ നാളികേരം ഈ ചെരുകിയ പോലെ തന്നെയുള്ള ഒതുക്കിയത് അതിങ്ങനെ കടിച്ച് തിന്നാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പം മഴക്കാലത്താണ് ഈ മത്തി കിട്ടുക. അപ്പോൾ ഇതുപോലെയല്ല, കുറച്ചും കൂടെ വലുപ്പമുള്ള നല്ല നെയ്മത്തിയാണ് വരിക. പക്ഷേ ഇതിൻ്റെ ഒരു ദോഷം എന്ന് വെച്ചാൽ ഇത് വന്ന് വീട്ടിലേക്ക് കയറുമ്പോഴേക്കും ഈച്ച നിറയും. ഞാൻ എത്ര പാട് കഴിച്ചിട്ടാണെന്നറിയോ ഈ വീഡിയോ എടുക്കണത്. അവിടെ ചന്ദനത്തിരി, ഇപ്പുറത്ത് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കണത് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ മുമ്പിൽ കൂടെ ഇങ്ങനെ പറക്കുമ്പോൾ കാണുന്നവർക്ക് ഒരു അരോചകമാണ് ഈ ഈച്ച എന്ന് പറയുന്നത്. അപ്പം ഇത് ഈ സമയത്ത് ഉണ്ടാവും. നെയ്ച്ചാളയാണ് ശരിക്കും ഇത് ചെയ്യുക. അതിന് നല്ലൊരു പശിമയുണ്ടാവും. അതായത് നെയ്യ് ഇങ്ങനെ ഉണ്ടാവും അതിൽ. അങ്ങനത്തെ മീനാണ്. അപ്പോൾ കാലത്തിരിത്തിരി വെളിച്ചെണ്ണ തന്നെ വേണം. അതൊന്ന് ചിറ്റിച്ചിട്ട് നമുക്കവിടെ വെച്ചിട്ട് ഈ ചട്ടിയിലാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ മീൻ ഇങ്ങനെ വയ്ക്കുക, നിരത്തി വയ്ക്കുക കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ഇട്ടിട്ടൊക്കെ കറി വയ്ക്കുക. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഈ നമ്മൾ അരച്ച അരപ്പുണ്ടല്ലോ, നമ്മൾ നാളികേരം ഒതുക്കിയത് നമ്മൾ ഉള്ളിൽ വെച്ചു. വേറൊരു അരപ്പ് കൂടിയില്ലേ, അതായത് കുരുമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളിയൊക്കെ കൂട്ടിയിട്ട് അത് ഇത്തിരി പുളി കൂട്ടിയിട്ട് ഇങ്ങനെ തിരുമ്പി നല്ല ഇതാക്കുക. അപ്പോൾ കുരുള്ള പുളിയാണെന്ന് വെച്ചാൽ അത് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം ഇതിലൊഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തിരുമ്പി ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് ഇതുപോലെ മുകളിലൂടെ ഇങ്ങനെ ഒഴിക്കുക. അപ്പോൾ എന്നാ ഇതിങ്ങനെ ഇരിക്കില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഈ ജ്യൂസ് അങ്ങോട്ട് ഇറങ്ങും കേട്ടോ. എന്നിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഇത് ചെറിയ തീയിൽ അങ്ങോട്ട് വേവിക്കുക. കൂടുതൽ തീ വേണ്ട, കുറച്ച് തീ മതി. അതിങ്ങനെ വേവിച്ച് നന്നായിട്ട് വെന്ത് വരും. പണ്ട് കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മത്തി കിട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കുടൽ അങ്ങനെയുള്ള ഇൻഡസ്ട്രിയിലോ ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം അതിൻ്റെ പുറം ഭാഗം കട്ട് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് കുരുമുളകും ഉപ്പും കൂടെ തേച്ചിട്ട്, ചെതമ്പലൊന്നും ചെത്തില്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല കഴിക്കാനായിട്ട്, ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ല ചട്ടിയിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതിൻ്റെ മോൾ ഭാഗത്ത് ബേക്ക് ചെയ്യുന്ന സംഭവം തന്നെ ബേക്ക് ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റെ ചെതമ്പൽ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊന്തിച്ചാൽ കിട്ടും. അപ്പോൾ അതായിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം തന്നെ ആയി. ഞാനിങ്ങനെ വർത്തമാനം പറയുമ്പോൾ അത് കാണിച്ചു തരുന്നില്ല. ഇപ്പോൾ കണ്ടില്ലേ. അപ്പോൾ അത് നമുക്ക് പൊന്തിച്ച് നോക്കാം. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പൊന്തിക്കുന്നത്. അത്ര ചൂട്ടോടെ തന്നെയല്ല കണ്ടോ, ഇങ്ങനെ സെറ്റായിട്ടിരിക്കുന്നുണ്ടാവും കേട്ടോ. കാണാൻ വലിയ ഭംഗിയില്ലെങ്കിലും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് എടുത്ത് വെച്ച് എന്നിട്ട് നമുക്ക് ഇത് കഴിക്കണം. നല്ല മഴ പെയ്യുന്ന സമയമാണ്. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് ഇപ്പോൾ ചെറുതായിട്ടൊരു മൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അതാ കുരുമുളകും ഉപ്പും പുളിയും ഒക്കെ കൂടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് മീനിങ്ങനെ എടുത്തെടുത്ത് കഴിക്കുമ്പോൾ എന്തൊരു രസമായിരിക്കും എന്നറിയാം കഴിക്കാനായിട്ട്. ഉണ്ടാ മത്തി കഴിക്കണവരാണെങ്കിൽ, മത്തി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് കഴിച്ചിരിക്കും ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇത് കുറച്ച് കടിക്കുക, ആ സവാള ഒന്ന് കടിക്കുക, എന്നിട്ട് ഇത് കഴിക്കുക, അങ്ങനെ 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 കഴിച്ച് കഴിഞ്ഞപ്പോൾ അത് മുഴുവനും കഴിക്കും. കണ്ട, ഞാനത് മുഴുവനും ഇരുന്ന് കഴിച്ചു. അപ്പോൾ അതൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് ഇവിടുത്തെ കാലാവസ്ഥ. അപ്പോൾ നാട്ടിൽ നല്ല മഴയാണെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ അധികം മഴയൊന്നുമില്ല. ഒരു 4 ദിവസത്തോളം ഏകദേശം നല്ലതായിട്ട് ഒരു മഴ കിട്ടിയിട്ടുണ്ട്. അല്ലാതെ മഴ ഇപ്പോൾ പൊതയിടണം, തെങ്ങിൻ്റെ തടത്തിലൊക്കെ പൊതയിട്ടിട്ട് വെക്കുക. അതിൻ്റെ പണികളാണ് പറമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓല ആദ്യം മാവിൻ്റെ കുറേ ഇലകളൊക്കെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഓലയൊക്കെ ഇട്ടിട്ട് പൊതിയിടാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സീതപ്പഴം പൂത്ത് നിൽക്കുന്നു. കണ്ട, പൂവിട്ടിട്ട് നിൽക്കണം. കണ്ട, ഇതൊക്കെയാണ് അതിൻ്റെ സീതപ്പഴം. ഞാൻ വീഡിയോ ഒക്കെ ഇടാറുണ്ട് ഇത് കായൊക്കെ പൊട്ടിക്കണതൊക്കെ. ഇതൊക്കെ നല്ല ടേസ്റ്റുള്ള സാധനങ്ങളാണ്. പറമ്പിലൊക്കെ നടക്കുമ്പോൾ ഇതൊക്കെ പൊട്ടിച്ച് തിന്നാൻ രസമാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഓക്കെ, ബൈ.